ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ പിന്നെ നമ്മൾ കുട്ടികളെ മദ്രസയിലൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് ഓട്ടടയാണ് രാവിലെ കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഷ്ടമുണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിഴങ്ങും 2-3 കിഴങ്ങും ഒരു വലിയൊരു ഉള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കാന്താരി മുളക് ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ മുറ്റത്ത് ഒരു തൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ പറിക്കുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുകൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി നുള്ളി പറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കിഴങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കാന്താരിയും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് ഗ്യാസും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ പൂക്കളും പയറും ഒക്കെ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. ബീൻസ് അല്ല കേട്ടോ, പയർ തന്നെയാണ്, കുറ്റിപ്പയർ മാതിരിയുള്ള പയറാണ്. പക്ഷേ അത് വള്ളി മാതിരി പടർന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിറയെ അതിലേക്ക് ഓരോന്നുണ്ട്. പിന്നെ പൂക്കളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ, നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം ഇന്നൊരു മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. കുറച്ചൊരു വെയിലും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാർത്തിട്ട് നമുക്കിവിടെ തന്നെ കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കറി നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് കറി അടുപ്പത്ത് വെച്ചിട്ട് വേണം കടി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ ഒരു 2-3 വിസിൽ വരുത്താൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കുകയാണ് ഗ്യാസിൽ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓട്ടടയാണെന്ന് നമ്മളെ കടി. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒഴിച്ച് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ വാർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെല്ലെ അടുപ്പിൻ്റെ വക്കത്ത് കൂടെ ഒന്നും പോവാതെ മാവ് മെല്ലെ എടുത്ത് അതിലേക്ക് വാർന്ന് നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ്. അപ്പോൾ നല്ല പൂപ്പോലുള്ള ഓട്ട മുട്ടപ്പോയെന്ന് മുട്ടപ്പോന്നൊക്കെ പറയും ചില ഭാഗത്ത്. നമ്മുടെ ഇവിടെ വയനാട്ടിലൊക്കെ ഓട്ടടയാണ് കേട്ടോ പറയൽ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് എണ്ണയും കാര്യങ്ങളൊന്നും നമ്മുടെ ചട്ടിയിൽ തേക്കുകയൊന്നും വേണ്ട കേട്ടോ. കാരണം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഓട്ടയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുട്ടയപ്പം എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ ഇതിൽ മുട്ടയൊന്നും ഒഴിക്കാറില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ നോർമലായിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ചോറിന് നമ്മൾ ഇത് ഇഷ്ടം തന്നെയാണ് കേട്ടോ ഇന്നത്തെ കറി. അപ്പം മുട്ട ഓംലെറ്റും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മൾ സ്കൂളിലേക്കുള്ള ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറും മാങ്ങ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓട്ടടയും നമ്മുടെ സ്റ്റൂ ഒക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ വന്ന് മദ്രസ വിട്ട് വന്ന് കഴിച്ച് പോയതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്.